وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولكل درجات مما عملوا وما ربك بغافل عما يعملون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ജീവിതത്തിലെ അശ്രദ്ധ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ ഒരായുസ് മുഴുവനും ദുഃഖങ്ങളും സങ്കടങ്ങളും സമ്മാനിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ പലപ്പോഴും ഓർക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ കൊണ്ട് വന്നതായിരിക്കും. ഒരുപാട് ബസ് അപകടങ്ങൾ, നിരവധി പേർ മരണപ്പെട്ടു. ഡ്രൈവറുടെ ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ. ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നം ഇല്ലാതെയായി. തീവണ്ടി അപകടങ്ങൾ, വിമാന അപകടങ്ങൾ, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടനവധി അപകടങ്ങൾ, ദുരന്തങ്ങളൊക്കെ പലപ്പോഴും ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ കൊണ്ടാണ് ഉണ്ടാകാറുള്ളത്. മാതാപിതാക്കളുടെ അശ്രദ്ധ കൊണ്ട്, അധ്യാപകരുടെ അശ്രദ്ധ കൊണ്ട്, നാട്ടുകാരുടെ അശ്രദ്ധ കൊണ്ട് ഒക്കെ പലപ്പോഴും പല പ്രയാസങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമുക്ക് അശ്രദ്ധ വരാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗഫ്ലത്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ അശ്രദ്ധക്ക് പ്രയോഗിച്ച പദം. ചില കാര്യങ്ങളിൽ അശ്രദ്ധയുണ്ടായാൽ നമ്മളെ കാത്തിരിക്കുന്നത് ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന വിപത്തൊന്നുമല്ല, അതിനേക്കാൾ വലിയ ആപത്ത്, വിപത്തുകൾ നമ്മളെ കാത്തിരിക്കുന്നു മരണത്തിന് ശേഷം. അതുകൊണ്ട് ഒരിക്കലും അശ്രദ്ധ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ. അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ. അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. ഖുർആനിൽ 10ഓളം ആയത്തുകൾ അവസാനിക്കുന്നത് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്താണ് അതിന്റെ അർത്ഥം? വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹു ഗാഫിലല്ല, അശ്രദ്ധനല്ല. നിങ്ങളുടെ അമലുകളെപ്പറ്റി, അവരുടെ അമലുകളെപ്പറ്റി ഒന്നും അല്ലാഹു, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന 10ഓളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. വിവിധ വിഷയങ്ങളാണ് അല്ലാഹു അവിടെ പരാമർശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അവിടെയൊക്കെ ആവർത്തിച്ചത് അമലാണ്. അല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ അമ്മാ തഅമലൂൻ, നമ്മുടെ അമലുകളെക്കുറിച്ചാണ്, നമ്മളെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, അശ്രദ്ധനല്ല എന്ന് പറഞ്ഞത്. ഷഅബാൻ മാസം പിറന്നു. ഷഅബാൻ 4 ഷഅബാൻ മാസത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസം എന്നാണ്. അൻ ഉസാമത്ത് ബിൻ സയ്യിദ് ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം ചോദിച്ചു, ലം അറാക തസൂമു ഷഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ഷഅബാൻ, ഷഅബാൻ മാസം
സുന്നത്ത് നോമനുഷ്ഠിക്കുന്ന അത്രയും വേറെ ഒരു മാസവും നബിയെ താങ്കൾ നോമനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് അങ്ങനെ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ذَلِكَ شَهْرٌ يَغْفُلُ النَّاسُ عَنْهُ ബൈന റജബിൻ റമളാൻ. റജബിനും റമളാനിനും ഇടക്ക് ജനങ്ങള് അവരുടെ അമലുകളിൽ അശ്രദ്ധരാകുന്ന, ഗഫ്ലത്തിലാകുന്ന ഒരു മാസമാണ് ഷഅബാൻ. ഹുവ ശഅറുൻ തുർഫഉ ഫീൽ അമാൽ. ഈ മാസമാണ് അവരുടെ അമലുകൾ അള്ളാഹുവിന്റെ ഇടയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം. തുർഫഉ ഫീൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനിലേക്ക് അവരുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് ഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിമൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് റസൂലുള്ളാഹി ശഅബാൻ മാസത്തിൽ നോൽക്കാൻ കാരണം. ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ നമ്മളെ മയ്യത്തിന്റെ കൂടെ വരും. 2 തിരിച്ചു പോരും, 1 ബാക്കിയാകും. റസൂലുള്ളാഹി പറയാണ്, 3 കാര്യങ്ങൾ നമ്മളെ മയ്യത്തിന്റെ കൂടെ വരും. യർജിഉ അഹ്ലുഹു വമാലുഹു. നമ്മളെ മുതലും ആ മുതലിന്റെ അവകാശികളായിട്ടുള്ള നമ്മളെ അഹ്ലുകാരും തിരിച്ചു പോരും. വയബ്ക അമലുഹു. മയ്യത്തിന്റെ കൂടെ വന്ന 3-ൽ ബാക്കിയാകുന്നത് നമ്മളെ അമല് മാത്രമാണ്. ഒരിക്കലും അശ്രദ്ധമാകാൻ പാടില്ലാത്ത കാര്യമാണ്. ദുനിയാവിലെ നമ്മുടെ ആയുസ് അവസാനിച്ചാൽ എല്ലാം തീർന്നു. പിന്നെ ബാക്കിയാകുന്നത് നമ്മളെ അമലാണ്. ആ അമല് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ തിരിച്ചു പോരും. സഹോദരങ്ങളെ, അള്ളാഹിന്റെ അപാരമായ തൗഫീഖ് ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമാണ്. നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. എത്രയോ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ കൊണ്ടാകുന്നില്ല. പലപ്പോഴും നമ്മളെ അമലുകളൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനും അമലുകളിൽ മാറ്റം വരുത്താനൊന്നും പറ്റുന്നില്ല. വല്ലാത്ത തൗഫീഖ് വേണം. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ഇങ്ങനെ അവരുടെ അമലുകളെ പറ്റി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അമലുകൾ വർദ്ധിപ്പിക്കണം, അമലുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ജനങ്ങൾ തിരിച്ചു പറയണത് വളരെ നിരാശാജനകമായ വാക്കാണ് ജനങ്ങൾ ഇന്ന് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? ഞാൻ എന്റെ റബ്ബി എനിക്ക് തന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് നിങ്ങൾ അടുക്കൽ വന്നിട്ടുള്ളത്. ഞാൻ ആ ദൃഷ്ടാന്തങ്ങളിൽ ഞാനുള്ളത്. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന. എനിക്ക് എന്റെ റബ്ബ് നല്ല ഉപജീവന മാർഗം എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുണ്ട്. വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു. നിങ്ങളോട് ഞാനൊരു കാര്യം കൽപ്പിച്ചു, ഒരു കാര്യം വിരോധിച്ചിട്ട് അതിന് എതിരിൽ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്. എന്നെക്കൊണ്ടാകുന്ന വിധം നന്മ വരുത്താൻ മാത്രമാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഒരാളെ പരലോകവും നഷ്ടപ്പെട്ടു പോകരുത്, ഒരാളെ ഖബറിലും ഇടങ്ങേറുണ്ടാവരുത്, ഒരാളെ മരണാനന്തര ജീവിതത്തിലും പ്രയാസം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അത് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടല്ല, അത് നടക്കൂല. അള്ളാഹുവിന് അപാരമായി തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. തവക്കൽതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഞാൻ ആ റബ്ബിൽ തവക്കുലാക്കുകയും ആ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്യാണ്. ശുഐബ് നബിന്റെ വാക്കാണ്. ഭയങ്കരമായ തൗഫീഖ് വേണം സഹോദരങ്ങളെ. ഷഅബാനും റമദാനും ഒക്കെ ഇങ്ങനെ കടന്നു പോകും. നമ്മളെ ഷഅബാനും ശവ്വാലും എല്ലാം ഒരേപോലെ ആയാൽ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. മാസങ്ങളും ദിനങ്ങളും ആഴ്ചകളൊക്കെ നമ്മൾ ആയുസ്സാണ്, അതങ്ങനെ അവസാനിച്ചു പോകും. മാറ്റം വന്നേ പറ്റൂ. അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം. ഈ തൗഫീഖ് കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ആ തൗഫീഖ് നമുക്ക് നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറ. അള്ളാഹു ഒരാൾക്ക് ഖൈർ കൊടുക്കാൻ, ഒരാളെ നന്മ കൊടുക്കാൻ, ഖൈർ കൊടുക്കാൻ ഒരാൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഒരു അടിമക്ക് ഒരു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അവനെ ജോലി ചെയ്യിപ്പിക്കുന്ന. അള്ളാഹു അവനെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കും. ഇസ്തഅമലഹു. അപ്പൊ ചോദിച്ചു, ഫഖീല, റസൂലിനോട് ചോദിച്ചു, റസൂലെ കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് അവനെ കൊണ്ട് അള്ളാഹ് അമൽ ചെയ്യിപ്പിക്കൽ, ജോലി ചെയ്യിപ്പിക്കൽ എങ്ങനെയാണ്? ഖാല യുവഫിഖുഹു. അള്ളാഹു തൗഫീഖ് കൊടുക്കും. ലി അമലിൻ സാലിഹ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഖബലൽ മൗത്ത്, മരിക്കലിന് മുമ്പ്, മരണത്തിന് മുമ്പ് അവന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് കൊടുക്കും. കുറെ നല്ല കാര്യങ്ങൾ ആ സാധു ചെയ്തിട്ടുണ്ടാകും. മരിക്കുന്നൊന്നും ഒരു ആരും വിചാരിച്ചിട്ടില്ല, അദ്ദേഹം വിചാരിച്ചിട്ടില്ല, കുടുംബക്കാരും വിചാരിച്ചിട്ടില്ല, നാട്ടുകാരും വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് ആ മനുഷ്യൻ മരിച്ചു. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെട്ടു. പക്ഷെ ആൾക്കാർ അദ്ദേഹത്തെ കാണുന്നത് ആ മരിക്കുന്നതിന് ഏതാനും
ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നു. അയാൾ ഒരുപാട് അമലുകൾ ചെയ്തു. ആ അമലുകൾ ചെയ്തതൊക്കെ കുടുംബവും മക്കളൊക്കെ കണ്ടിട്ടുണ്ട്. വല്ലാത്തൊരു തൗഫീഖാണ് ആ മനുഷ്യന് കിട്ടിയത്. ഇങ്ങനെ ചില ഒറ്റപ്പെട്ട അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ജീവിതത്തിൽ മുമ്പ് ഒരുപാട് തിന്മകളായിരുന്നു ധാരാളം ഉണ്ടായിരുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഏതാനും ആഴ്ചകളും മാസങ്ങൾക്കൊക്കെ മുമ്പ് ആ മനുഷ്യൻ വല്ലാതെ നന്നായി, വലിയ മാറ്റമാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അതൊരു തൗഫീഖാണ്, അപാരമായ തൗഫീഖാണ്. അതിനുവേണ്ടി നിരന്തരമായി സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, മക്കത്ത് വെച്ച് മരിക്കണം, മദീനത്ത് വെച്ച് മരിക്കണം, ഹജ്ജിലും ഉംറയിലും മരിക്കണം, പള്ളിയിൽ സുബി നിസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടന്ന് മരിക്കണം, തിലാവത്തിന്റെ സുജൂദ് ഓതുമ്പോൾ, തിലാവത്തിന്റെ ഖുർആൻ ഓതുമ്പോഴുള്ള സുജൂദ്, ആ സുജൂദിൽ കിടന്ന് മരിക്കണം. ഇങ്ങനെയൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങൾ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ നടക്കുമോ? ആഗ്രഹം നടക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നൊരു സംഭവം നമുക്ക് കാണാം. സത്യസന്ധമായി നമ്മൾ അള്ളാഹുവിലേക്ക് ആഗ്രഹിച്ചാൽ അത്തരം ആഗ്രഹങ്ങൾ അള്ളാഹു നടപ്പിൽ വരുത്തുന്ന ഒരു സഹാബി, ഷദ്ദാദ് ബിൻ ഹയാദ് എന്ന് പറയുന്നൊരു സഹാബി, അന്ന റജുലൻ മിനൽ അറാബ്, അറാബിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജാഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കലേക്ക് വന്നു. ഫആമന ബിഹി വത്തബഅഹു, നബിയിൽ വിശ്വസിച്ചു, നബിനെ പിന്തുടർന്നു. ഒരു അറാബിയാണ്. അദ്ദേഹം പറഞ്ഞു, റസൂലേ ഉഹാജിറു മഅക, ഞാൻ നിങ്ങളെ കൂടെ ഹിജറ വരികയാണ്. എനിക്കുള്ളതെല്ലാം ഒഴിവാക്കി, എൻ്റെ വീടും എൻ്റെ നാടും സ്വത്തൊക്കെ ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി ഞാൻ നിങ്ങളെ കൂടെ ഹിജറ വരികയാണ്. നബിയിൽ വിശ്വസിച്ചു ആ സ്വഹാബി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, ഈ അറാബിനെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് വസിയത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേക ഒരു പരിഗണന നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് വന്നൊരു യുദ്ധം. ആ യുദ്ധത്തിൽ കുറെ സ്വത്ത് കിട്ടി. ആ സ്വത്ത് കിട്ടിയപ്പം ആ യുദ്ധാർജിത സ്വത്ത് സ്വഹാബികൾക്കൊക്കെ റസൂൽ വീതിച്ചു കൊടുത്തു. അങ്ങനെ വീതിച്ചു കൊടുത്തപ്പം ഈ ഗ്രാമീണനായ ഈ അറാബിക്ക് ഒരു വിഹിതം സ്വഹാബികളെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ യുദ്ധസൈന്യത്തിന്റെ ആടുകളെ മേക്കാനും അതിനെ കുളിപ്പിക്കാനും ഒക്കെയായിട്ട്, അതിന് തീറ്റ കൊടുക്കാനൊക്കെ അദ്ദേഹം ഒരു വഴിക്ക് വേറെ മാറിപ്പോയതായിരുന്നു. അപ്പൊ അദ്ദേഹം പറയും, റസൂലുള്ള പറഞ്ഞു, ഇത് ഇദ്ദേഹത്തിനുള്ളതാണ്, ആ ഗ്രാമീണ അറബിക്കുള്ളതാണ്, നിങ്ങൾ ഈ ഓഹരി അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആടിനൊക്കെ മേച്ച് തിരിച്ചു വന്നപ്പോ സ്വഹാബികൾ ഇദ്ദേഹത്തിന് ഇത് കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങൾക്കൊക്കെ തന്നത്, നിങ്ങൾക്ക് തന്നൊരു ഓഹരി ഞങ്ങളെ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഹരിയുമായിട്ട് അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് പോകുന്നൊരു രംഗുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ ഇതെന്താന്ന് ചോദിച്ചു. നിങ്ങൾ കൊടുത്തതാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് യുദ്ധത്തിൽ നമുക്ക് കിട്ടിയ സ്വത്ത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തപ്പോൾ നിന്റെ ഓഹരിയായിട്ട് ഞാൻ ഏൽപ്പിച്ചതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, ഞാൻ ഒരിക്കലും ഇതിനു വേണ്ടിയല്ല നിങ്ങളെ പിന്തുടർന്നതും വിശ്വസിച്ചതും നിങ്ങളെ കൂടെ ഹിജറ വന്നതും ഇങ്ങനെ ഒരിക്കലും എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. മറിച്ച് എനിക്ക് ഷഹീദിന്റെ പദവി കിട്ടണം, ഇസ്ലാമിന് വേണ്ടി മരിക്കണം, എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടണം. അതുകൊണ്ട് ഇനി ഈ യുദ്ധം നടക്കാൻ പോവുകയാണ്. ആ യുദ്ധത്തിൽ എന്റെ ഈ ചങ്കിൽ, അതെങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ഹദീസിൽ പറയാം, ഈ ചങ്കിൽ അമ്പ് തറച്ചിട്ട് എനിക്ക് മരണപ്പെടണം റസൂലെ, എന്റെ ചങ്കിൽ അമ്പ് തറച്ചിട്ട് എനിക്ക് മരണപ്പെടണം, ഇസ്ലാമിന് വേണ്ടി അങ്ങനെ ഷഹീദാകണം എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക, നീ അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു തആല അത് സത്യമാക്കി തരും, അത് നിനക്ക് നിറവേറ്റി തരും. നീ സത്യസന്ധമായിട്ടാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ആഗ്രഹം പറിച്ചു നിറവേറ്റി തരും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം യുദ്ധം കഴിഞ്ഞു. പിന്നീട് നടന്ന യുദ്ധം, ആ യുദ്ധത്തിന് ശേഷം സഹാബികള് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോ ഒരാളെയും വഹിച്ചുകൊണ്ട് വരുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മുന്നിലെത്തി. അപ്പോ ആ വ്യക്തിയുടെ ചങ്കിൽ അമ്പ് തറച്ച് ആ രൂപത്തിലാണ് കൊണ്ടുവന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, ഇത് നേരത്തെ പറഞ്ഞ അറാബിയല്ല ഈ മനുഷ്യൻ? സഹാബിയോട് ചോദിച്ചു. അതേ റസൂലെ, നേരത്തെ പറഞ്ഞ ആ സഹാബി തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. സദഖല്ലാഹു ഫസദഖഹു എന്ന് റസൂൽ പറഞ്ഞു. അദ്ദേഹം സത്യം പറഞ്ഞു, ആത്മാർത്ഥമായി സത്യം പറഞ്ഞു. അള്ളാഹു ആ ഉന്നതമായ ഷഹീദ് എന്ന പദവി നൽകി. അള്ളാഹു അദ്ദേഹത്തിന് ആഗ്രഹിച്ചതുപോലെ ആ പദവി നൽകി. അള്ളാഹു അദ്ദേഹത്തിന് ആ പദവി നൽകി എന്ന് പറഞ്ഞിട്ട് സുമ്മ കഫനഹു നബിയ്യു ഫീ ജുബ്ബത്തിൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജുബ്ബ കഴിച്ചിട്ട് ആ ജുബ്ബയിലാണ്, അള്ളാഹുവിന്റെ ഹബീബായ റസൂലിന്റെ പവിത്രമായ ജുബ്ബയിൽ
ആ മനുഷ്യനെ കഫൻ ചെയ്തിട്ട് തുമ്മ ഖദ്ദബഹു ഫസല്ല അലൈഹി, അദ്ദേഹത്തെ കൊണ്ടുവന്ന് ജനാസ നമസ്കരിച്ചു, മയ്യിത്ത് നമസ്കരിച്ചു. ഫക്കാന ഫീമാ ലഹറ ഫീ സ്വലാത്തിഹി, എന്നിട്ട് ആ നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക ഫഖുതില ഷഹീദൻ അന ഷഹീദുൻ അലാ ദാലിക. അല്ലാഹുവേ, ഇത് നിന്റെ അടിമയാണ് റബ്ബേ, മുഹാജിറായിട്ടെല്ലാം എല്ലാം ഉപേക്ഷിച്ച് നിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു വന്ന മുഹാജിറാണ്, അദ്ദേഹം ഷഹീദായി കൊല്ലപ്പെട്ടു. അന ഷഹീദുൻ അലാ ദാലിക, ഞാനതിന് സാക്ഷിയാണല്ലാ. സഹോദരങ്ങളെ, ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യസന്ധമായി നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ അമലുകളിൽ മുന്നേറാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ, നമ്മളെ നീയത്ത് ശരിയാക്കിയാൽ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ്, ധാരാളം അമലുകൾ വർദ്ധിപ്പിക്കാൻ സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറയുന്നുണ്ട്, വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ഒരിക്കലും തന്നെ ഹൃദയത്തിൽ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ അശ്രദ്ധമായ ഒരു വ്യക്തിയെ നീ പിൻപറ്റരുത്, അവനെ നീ പിന്തുടരരുത്. കാരണം അവനിലേക്ക് നീയും എത്തിപ്പെടുമെന്നാണ്. ഒരിക്കലും അത്തരം അശ്രദ്ധമായൊരു ഹൃദയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഓതിവെച്ച ആയത്ത്, വലികുല്ലിൻ ദറജാത്തും മിമ്മാ അമിലു, എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടെ അമലുകൾക്കനുസരിച്ച് ദറജയുണ്ട്. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, നിങ്ങൾ അമലിനെ കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല. ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ച അമലിനനുസരിച്ച് പദവിയുണ്ട്. സഹോദരങ്ങൾ, ഒരു മയ്യത്ത് നമ്മളെ മുന്നിൽ കിടക്കുന്നത് കണ്ടാൽ ആ മയ്യത്ത് ഒരു പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ടവരായിരിക്കും. ആരാണെങ്കിലും ആ മയ്യത്തിനെ മുഖത്ത് നോക്കി നമ്മൾ പറയും, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹുവേ, ദറജ ഉയർത്തി കൊടുക്കുക പടച്ചോനെ, പദവി ഉയർത്തി കൊടുക്കുക പടച്ചോനെ. മരണപ്പെടുന്ന എല്ലാവർക്കും ഒരേ ദറജയല്ല. നമ്മൾ അമലുകൾക്കനുസരിച്ച് നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ദറജയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഇലൈഹി യുർജഉൽ അംറു കുല്ലു, എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്ന അള്ളാഹുവിലേക്കാണ്. കാര്യങ്ങളൊന്നും നമ്മളെ നിയന്ത്രണത്തിലല്ല. നമുക്ക് മകളെ കെട്ടിക്കാനുണ്ട്, നമുക്ക് കടബാധ്യതകളുണ്ട്, നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. വീട് പകുതി പണിയിലാണ്, ജോലി കിട്ടിയിട്ടില്ല, മക്കള് പഠിച്ചു വരുന്നേയുള്ളൂ. ഇങ്ങനെ ഒരുപാട് അമ്രുകളുണ്ട്. പക്ഷേ എല്ലാം തീരുമാനിക്കുന്ന റബ്ബാണ്. വഇലൈഹി യുർജഉൽ അംറു കുല്ലു, എല്ലാം അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുക, കാര്യങ്ങൾ മുഴുവനും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഫഅബ്ദ്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, ഇബാദത്തിൽ അമാന്തം കാണിക്കരുത്. വതവക്കൽ അലൈഹി, നീ അവന് തവക്കുലാക്കി ജീവിക്കണം. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന അവനെ കുറിച്ച് നിന്റെ റബ്ബ് അശ്രദ്ധനല്ല. വെറുതെ ഇങ്ങനെ ജീവിച്ച് രാവും പകലും എന്തൊക്കെയോ കാര്യങ്ങളായി ഇങ്ങനെ ജീവിച്ച് ഒരു മൃഗത്തെ പോലെയാകരുത്. അല്ലാഹു ഖുർആനിൽ മൃഗത്തെ പോലെ എന്ന് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്നെങ്ങനെയെന്നറിയോ? ഉലൈകക്കൽ അൻഅം ബൽഹും അളൽ എന്ന് പറഞ്ഞ് അല്ലാഹു പറയാണ്, ഉലൈകഹുമുൽ ഗാഫിലൂൻ, അവരശ്രദ്ധരാണ്. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധയില്ലാതെ ജീവിച്ചു പോയാൽ ഒരു മൃഗതുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ അതപ്പതിച്ച ജീവിതമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു പറയാണ്, ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഇസ്തഹബ്ബുൽ ഹയാത്ത് ദുനിയ ലിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യങ്ങളാണ് ദുനിയാവിനേക്കാൾ അപ്പുറത്തുള്ളത്. അള്ളാഹു പറ തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയത്തിൽ സീല് വെക്കും. വസംഇഹിം വഅബ്സാരിഹിം, കണ്ണിലും കാതിലും സീല് വെക്കും. വഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് അശ്രദ്ധർ. അശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവർ അള്ളാഹു സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഭൗതികമായി ഇതിന്റെ കാര്യങ്ങൾ, അതിന്റെ പ്രത്യക്ഷമായതും മാത്രം മനസ്സിലാക്കി ജീവിക്കുന്നവർ വഹും അനിൽ ആഖിറത്തി ഗാഫിലൂൻ, പരലോകത്തിന്റെ കാര്യത്തിൽ അവർ ഗാഫിലീങ്ങളാണ്, അശ്രദ്ധരാണ്. അള്ളാഹു പറയാ ദുനിയാവിന്റെ ളാഹിർ മാത്രം. അങ്ങനെ നമ്മൾ ജീവിക്കുക. ചില ആൾക്കാർ പറയും, ഇപ്പൊ വയസ്സായി, സുഖല്ല, വീട്ടിലാണ്, റിട്ടയർഡായി, ഇപ്പൊ മക്കളാണ് എല്ലാ കാര്യം ചെയ്യുന്നത്, ഇപ്പൊ അത്യാവശ്യത്തിനെ പുറത്തു പോകാറുള്ളൂ. എന്താ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കല്യാണം, സൽക്കാരം, ഷോപ്പിംഗ്, ഇതിനൊക്കെ പോകാറുള്ളൂ. അത്യാവശ്യത്തിന് ഇതിനൊക്കെ പുറത്തു പോകാറുണ്ട്. ഇതാണ് സഹോദരങ്ങളെ ദുനിയാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. എന്നാൽ ചില ആളുകൾ പറയും, ഞാൻ അത്യാവശ്യത്തിന് പുറത്തു പോകാറുള്ളൂ. എന്താ അത്യാവശ്യം? ജമാഅത്തിന് പള്ളിയിൽ പോകും, ഖുർആൻ ക്ലാസ്സിന് പോകും, ദീനി ദേവത്ത് എവിടെയെങ്കിലും ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകും. സഹോദരങ്ങളെ, ഇതിൽ നമ്മൾ ഏതിലാ? നമ്മൾ അത്യാവശ്യം എന്ന് പറഞ്ഞ ഈ അത്യാവശ്യത്തിൽ, ഈ രണ്ട് വിഭാഗത്തിൽ ഏതിലാണ് നമ്മൾ പെടുന്ന ആലോചിക്കുക സഹോദരങ്ങളെ. വഇൻ കുന്ന അൻ ദിറാസതിഹിം ലഗാഫിലീൻ, വേദം നൽകിയിട്ട് അത് പഠിക്കാത്ത ആൾക്കാർ പറയും, ഞങ്ങൾ ആ ഗ്രന്ഥം പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ലഗാഫിലീൻ, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥ സഹോദരങ്ങളെ നമുക്ക് വരാൻ പാടില്ല. എല്ലാം നഷ്ടപ്പെട്ട് നഷ്ടത്തിന്റെ ബോധം നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു രംഗമുണ്ട്. വഅൻദിർഹും യൗമൽ ഹസ്ര, തീരാ നഷ്ടത്തിന്റെ ആ നഷ്ടബോധം വെളിവാകുന്ന ദിവസം അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. ഇത് ഖുദിയർ അംർ, കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടും. വഹും ഫീ ഗഫ്ലത്തിൻ,
അവരതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ്. വഹും ലാ യുഅ്മിനൂൻ, അതുകൊണ്ട് തന്നെ അവർക്ക് ഈമാനില്ലായിരുന്നു. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അല്ലാഹ് പറയാ ഒരു സൂറത്ത് തുടങ്ങണത് അങ്ങനെ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യന്റെ ഹിസാബ് അടുത്തിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, എന്നാൽ അവൻ അശ്രദ്ധയിൽ ഗഫ്ലത്തിൽ തിരിഞ്ഞു കളയുകയാണ്. എന്താ ഹിസാബ്? മരണമാണ് സഹോദരങ്ങളെ. മരണസമയത്തോടെ ഹിസാബ് തുടങ്ങും, മരണത്തോടെ ഹിസാബ് തുടങ്ങും. അല്ലാഹ് പറ ഹിസാബ് അടുത്തിരിക്കുന്നു, പക്ഷെ അതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ്. യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹദാ, ഈ ലോകം എങ്ങനെ പോവുകയാണ്, യഅ്ജൂജും മഅ്ജൂജും പുറപ്പെട്ട് വരാനിരിക്കുന്നു, ലോകത്തിന്റെ അന്ത്യം അടുത്തു വരുന്നു. പക്ഷേ അല്ലാഹ് പറയാണ്, അവർ പറയും ഞങ്ങൾ നാശമേ നഷ്ടമേ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു എന്ന്. നാളെ റബ്ബിന്റെ മുന്നിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം ആ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വരുന്ന രംഗം കാണാം. വജാഅത് കുല്ലു നഫ്സിൻ, ഓരോരുത്തരും വരും, മഅഹ സായിഖും വശഹീദ്, അവരുടെ കൂടെ ഒരു തെളിച്ചു കൊണ്ടുവരുന്നവനും ഒരു സാക്ഷിയും ഉണ്ടായിരിക്കും. അവർ പറയും ലഖദ് കുൻത ഫീ, അല്ലാഹ് പറയും ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു ഘട്ടം ഓരോരുത്തരെയും നമ്മൾ ഓരോരുത്തരെയും മഹ്ശറയിൽ രണ്ട് പേരുടെ കൂടെ കൊണ്ടുവരും. ഒന്ന് നമ്മളെ സാക്ഷിയാണ്, നമ്മളെ കൂടെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നതിന്റെ സാക്ഷി, മറച്ചു വെക്കാത്ത സാക്ഷി. മറ്റേത് തെളിച്ചു കൊണ്ടുവരുന്ന മലക്ക. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവരുമ്പം അല്ലാഹ് പറയും ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, നീ ഘട്ടത്തെക്കുറിച്ച് അശ്രദ്ധനായിരുന്നു. ഫകശഫ്നാ അൻക ഗിതാഉക, അങ്ങനെ ആ മറയെ നാം നീക്കും. ഫബസറുക്കൽ യൗമ ഹദീദ്, ആ സമയത്ത് അവന്റെ കാഴ്ച വളരെ മൂർച്ചയേറിയതായിരിക്കും. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ, ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത പല ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷികളായിട്ടുണ്ടെങ്കിൽ, ഞാനീ പറഞ്ഞ അശ്രദ്ധ ഉണ്ടല്ലോ, അത് നാളെ തീരാ ദുഃഖം പരലോകത്ത് സമ്മാനിക്കുന്ന കാര്യങ്ങളായിരിക്കും. ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇരിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ, നിന്റെ റബ്ബിനെ വിനയത്തോടെ ഭയപ്പാടോടെ നീ എപ്പോഴും നിന്റെ മനസ്സിൽ ഓർക്കണം. ദൂനൽ ജഹിരി മിനൽ ഖുൽ, ഉറക്കെയുള്ള വാക്കുകളൊന്നും വേണ്ട, എപ്പോഴും റബ്ബിനെ കുറിച്ച് ഓർമ്മ മനസ്സിൽ വേണം. ബിൽ ഉദ്വി വൽ ആസാൽ, രാവിലെയും വേണം വൈകുന്നേരവും വേണം. വലാ തക്കും മിനൽ ഗാഫിലീൻ, വലാ തക്കും മിനൽ ഗാഫിലീൻ, അശ്രദ്ധരിൽ നീ പെട്ടുപോകരുത്. രാവിലെയും വൈകുന്നേരവും ചെല്ലാനുള്ള പല ദിക്റുകളും നമുക്ക് അശ്രദ്ധ, പഠിച്ചവർക്ക് പോലും അറിയുന്നവർക്ക് പോലും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം അൽഹംദുലില്ലാഹില്ലദി നമ്മൾ പറഞ്ഞോ, അഹ്യാനി ബഅദമാ അമാതനി, എത്ര ആളുകൾ ശ്രദ്ധിച്ചത് പറയാൻ. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതി കിടക്കാൻ എത്ര ആൾക്കാർ ശ്രദ്ധിച്ചു? വുളു ഉണ്ടാക്കിയതിനു ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനത് മുത്തഖീൻ, എത്ര ആൾക്കാർ പറഞ്ഞു, എത്ര ആൾക്കാർ ശ്രദ്ധിച്ചു? പള്ളിയിൽ കയറിയപ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹി അബ്വാബ റഹ്മതിക് എന്ന് പറയാൻ എത്ര ആളുകൾ ശ്രദ്ധിച്ചു? രാവിലെയും വൈകുന്നേരവുമുള്ള ഉദുവിലും ആസാലിലുമുള്ള ദിക്റുകൾ ശ്രദ്ധയോടെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലാഹ് പറഞ്ഞ അല്ലാഹുവിന്റെ കൽപ്പനയാണ് വലാ തക്കും മിനൽ ഗാഫിലിൻ, ഒരിക്കലും ഇതിനെക്കുറിച്ച് നീ അശ്രദ്ധനാവരുത്. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. നമ്മളെ മക്കളെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, സ്വത്തിന്റെ കാര്യം, മുതലിന്റെ കാര്യം, നമ്മളെ ജോലിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലെ പറമ്പിലെ തേങ്ങയും തെങ്ങും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അശ്രദ്ധ മുഴുവനും ആഖിറത്തിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ചിന്ത ഏത് സമയത്ത് നമ്മളെ മനസ്സിൽ വേണം. ഷഅബാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു, റമദാനിലാണ് നമുക്ക് വിളവെടുക്കാനുള്ളത്. ഇവിടെയാണ് നമ്മൾ നന്നായി അമല് ചെയ്യേണ്ടത്. റമദാൻ നമുക്കതിൻ്റെ വിളവെടുപ്പിന്റെ മാസമാണ്. അതുകൊണ്ട് ധാരാളം നോമ്പുകളും ധാരാളം അമലുകളും ദാനധർമ്മങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഷഅബാനെ ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന രോഗികളുണ്ട്, ഇന്ന് സർജറിക്ക് വിധേയമായവരുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ,
നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു രോഗികൾക്ക് എല്ലാവർക്കും അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടുമാറാട്ടെ. അവർ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളുമെല്ലാം അവിടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും പദവി ഉയർത്താനും അള്ളാഹു കാരണമാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.